ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് റീൽസ് വീഡിയോ മറ്റേ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വീഡിയോസും വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരുപാട് ആളുകൾ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ആളുകളുണ്ടാവും. അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കമൻറ്റിൽ ബാഡ് മെസ്സേജുകൾ വരിക. അതായത് ബാഡ് കമൻറ്റുകൾ, മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് അങ്ങനത്തെ ആളുകളുണ്ട്. അതൊരു മനസ്സുഖം കിട്ടും അവർക്ക്. വെറുതെ വന്ന് റീലൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടി വന്നിട്ട് തെറി കമൻറ്റ് എഴുതുക. അതുപോലെ വീട്ടിലുള്ള അച്ഛനും അമ്മക്കൊക്കെ തെറി പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പല ആളുകൾക്കും അറിയില്ല ഇതെങ്ങനെയാണ് ഈ ബാഡ് കമൻറ്റ് തടയുന്നത് എന്ന്. അതായത് കമൻറ്റുകൾ എങ്ങനെയാണ് നമ്മൾ ചാനലിൽ ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക എന്നത് പല ആളുകൾക്കും അറിയില്ല. കാരണം ആ കമൻറ്റ് ഇട്ട ആൾ ഇടുന്ന അതേ സമയം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ കമൻറ്റ് യൂട്യൂബ് റിമൂവ് ചെയ്യും. അതിന് ചെറിയൊരു ട്രിക്കുണ്ട്, അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമ്മൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. മിക്കവാറും നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. യൂട്യൂബ് ചാനലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മിക്കവാറും ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതെൻ്റെ ഒരു പഴയ ചാനലാണ്, ഉപയോഗിക്കാത്ത. താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡാഷ്ബോർഡ്, കണ്ടൻറ്റ്, അനലിസ്റ്റിക്, കമ്മ്യൂണിറ്റി എന്ന് കാണാം. അതിൽ കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്യുക. താഴെ ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ ഇനി ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൻറ്റ് കൺട്രോൾസ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കമൻറ്റ് ഓൺ ന്യൂ അപ്ലോഡ് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ബ്ലോക്ക്ഡ് വേർഡ്സ്, നാലാമത്തെ ഓപ്ഷൻ, ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് ഏതൊക്കെ തരത്തിലുള്ള കമൻറ്റുകളായിരിക്കും വരിക എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതായത് ഉള്ള തെറികൾ മൊത്തം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത്തരം വാക്കുകൾ ആരെങ്കിലും എന്തെങ്കിലും ടെക്സ്റ്റായിട്ട് എഴുതുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആവും. ആ ഒരു കമൻറ്റ് പിന്നെ നമ്മൾ ചാനലിൽ കാണിക്കില്ല. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇവിടെ കുറച്ച് വെറുതെ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ മലയാളത്തിൽ ഞാൻ പോടാ പട്ടി എന്ന് എഴുതി കാണിക്കണം. വെറുതെ ഒരു ജസ്റ്റ് ഒരു കമൻറ്റ്, ഒരു തെറി. ഇപ്പോൾ ഇനി ഈ കമൻറ്റ് ആരിട്ടാലും അത് ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആവും. അത് ഇംഗ്ലീഷിലും കൊടുക്കുന്നുണ്ട്, കാരണം മലയാളത്തിൽ മാത്രമല്ലല്ലോ, മംഗ്ലീഷിലും എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേ കമൻറ്റ് തന്നെ ഞാനത് മംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2 കമൻറ്റ് ആഡായി. ഈ 2 കമൻറ്റ് ആരിട്ടാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. അത് പബ്ലിഷ് ചെയ്യില്ല. യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചറിഞ്ഞ് അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുന്ന കമൻറ്റുകളൊക്കെ ഏതൊക്കെ തെറികളുണ്ട് അതെല്ലാം നമ്മളിവിടെ കൊടുക്കുക. മിക്കവാറും ചാനലിൽ പറയുന്ന തെറികളെല്ലാം നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഫിൽട്ടർ ചെയ്ത് അത് റിമൂവ് ചെയ്യും. പിന്നെ നമ്മളെ ചാനലിൽ കാണിക്കില്ല അത്തരം കമൻറ്റുകൾ. ഇപ്പോൾ ഞാൻ ഇവിടെ കോപ്പി ചെയ്താണ്. മിക്കവാറും റീൽസിന് താഴേക്ക് വരാനുള്ള സാധ്യതയുള്ള കമൻറ്റാണ് കോപ്പി. നമ്മൾ വേറെ ഒരാളെ റീൽ കണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ അടിയിൽ വരും കോപ്പിയാണിത് വീഡിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ വരും, ഇഷ്ടംപോലെ വരും. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ ഈ വേർഡ്സ് വെറുതെ കൊടുത്താൽ മതി, കോപ്പി വീഡിയോ എന്ന്. അപ്പോൾ ഇത്തരം കമൻറ്റുകൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചറിഞ്ഞ് യൂട്യൂബ് തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കും. അതൊരിക്കലും വേറൊരാളെ കാണിക്കുകയില്ല, നമ്മുടെ ചാനലിലും വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ താഴെ കണ്ട ഞങ്ങൾ ബ്ലോക്ക് ലിങ്ക് ടെക്സ്റ്റ്, അതായത് ആരെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുന്ന് എന്തെങ്കിലും ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ളത്, അത് ഓണാക്കി കഴിഞ്ഞാൽ തടയാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഹാഷ്ടാഗ്സൊക്കെ ആരെങ്കിലും കമൻറ്റിൽ വന്ന് ടൈപ്പ് ചെയ്താലും അതും ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ അതും വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള തെറികളൊക്കെ ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന നല്ല തെറികളൊക്കെ ഇവിടെ എഴുതി ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ അത്തരം തെറികളൊന്നും ഇതിൽ വരില്ല. ഓക്കെ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഇടാം. വേറെ എന്തെങ്കിലും യൂട്യൂബിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക,